ഹിസ്റ്ററി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 1928 നെഹ്റു റിപ്പോർട്ടിനെ കുറിച്ചാണ്. 1927 സൈമൺ കമ്മീഷൻ രൂപീകൃതമായി, 28 ഇന്ത്യയിലെത്തി. അപ്പോൾ സൈമൺ കമ്മീഷനെ കുറിച്ച് നമുക്ക് വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായതുകൊണ്ട് സൈമൺ കമ്മീഷന് ബദലായി ഇന്ത്യക്ക് ഇന്ത്യക്കാർ തന്നെ എഴുതിയുണ്ടാക്കിയ ഒരു ഭരണഘടന വേണം. അപ്പോൾ ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണം എന്നുള്ള ആശയം നമുക്ക് കാലാകാലങ്ങളായിട്ടുണ്ട്. അത് ആര് തന്നെ തയ്യാറാക്കണം? ബ്രിട്ടീഷുകാർ തയ്യാറാക്കിയാൽ പോരാ, ഇന്ത്യക്ക് ആര് തന്നെ തയ്യാറാക്കണം? ഇന്ത്യക്കാർ തന്നെ എഴുതിയുണ്ടാക്കണം ഒരു ഭരണഘടന വേണം എന്ന ആശയം ഉയർന്നു വന്നു. എന്തിന്? സൈമൺ കമ്മീഷൻ റിപ്പോർട്ടിന് ബദലായിട്ട്. 1928 ഡോക്ടർ എം.എ. അൻസാരിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സർവകക്ഷി സമ്മേളനമാണ് എന്ത് ചെയ്തത്? ഒരു കമ്മിറ്റി രൂപീകരിക്കാൻ തീരുമാനിച്ചത്. എന്തിന്? ഇന്ത്യക്ക് ഇന്ത്യക്കാർ തന്നെ എഴുതി തയ്യാറാക്കിയ ഒരു ഭരണഘടന വേണം, അതിനുവേണ്ടി ഒരു കമ്മിറ്റി രൂപീകരിക്കാൻ തീരുമാനിച്ചു. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി ഒരു കമ്മിറ്റി രൂപീകരിക്കാൻ തീരുമാനിച്ചപ്പോൾ അതിൻ്റെ അധ്യക്ഷനായി ആരെ തിരഞ്ഞെടുത്തു? മോത്തിലാൽ നെഹ്റുവിനെ തിരഞ്ഞെടുത്തു. അപ്പോൾ മോത്തിലാൽ നെഹ്റു അധ്യക്ഷനായ ഒരു കമ്മിറ്റി രൂപീകരിച്ചു. എങ്ങനെ? 28 സർവകക്ഷി സമ്മേളനത്തിൻ്റെ തീരുമാനപ്രകാരം. ഓക്കെ, അതിൻ്റെ പ്രത്യേകത എന്താ? ഇന്ത്യക്ക് വേണ്ടി ഭരണഘടന നിർമ്മിക്കാൻ ഇന്ത്യക്കാർ നടത്തിയ ആദ്യ ശ്രമം. ഇന്ത്യക്ക് വേണ്ടി ഭരണഘടന നിർമ്മിക്കാൻ നടത്തിയ ശ്രമമല്ല, ഇന്ത്യക്ക് വേണ്ടി ഭരണഘടന നിർമ്മിക്കാൻ ഇന്ത്യക്കാർ നടത്തിയ ആദ്യ ശ്രമം. ഇന്ത്യക്ക് വേണ്ടി ഒരു ഭരണഘടന നിർമ്മിക്കാൻ ഇന്ത്യക്കാർ നടത്തിയ ആദ്യ ശ്രമം എന്നറിയപ്പെടുന്നതാണ് എന്ത്? 1928 നെഹ്റു റിപ്പോർട്ട് എന്ന് ഓർത്തിരിക്കുക. ഈ നെഹ്റു റിപ്പോർട്ട് എന്ന് പറയാൻ കാരണം എന്താ? ഒരു കമ്മിറ്റി രൂപീകരിച്ചു ഭരണഘടനയ്ക്ക് വേണ്ടി. 1928 രൂപീകരിച്ച ഈ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? മോത്തിലാൽ നെഹ്റു ആയിരുന്നു എന്നോർത്തിരിക്കുക. 1928 ഓഗസ്റ്റ് 18 1928 ഓഗസ്റ്റ് 10 ഇത് സംബന്ധിച്ച റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടു. ഓക്കെ, എന്ത്? ഭരണഘടന നിർമ്മിക്കുന്നതിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ അടങ്ങുന്ന ഒരു റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടു. മോത്തിലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിലുള്ള ഈ കമ്മിറ്റി എന്ത് ചെയ്തു? ഒരു വാർഷിക സമ്മേളനത്തിൽ വെച്ച് ഈ റിപ്പോർട്ടിന് അംഗീകാരം നൽകി. ഓക്കെ, 1928 INC സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരാണ്? മോത്തിലാൽ നെഹ്റു ആണ്. 1928 നടന്ന INC സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരാണ്? മോത്തിലാൽ നെഹ്റു ആണ്. അപ്പോൾ INCയുടെ വാർഷിക സമ്മേളനം എന്ത് ചെയ്തു? ഈ റിപ്പോർട്ടിന് അംഗീകാരം നൽകി. ഓക്കെ, അപ്പോൾ ഭരണഘടന നിർമ്മിക്കാൻ വേണ്ടി ഒരു സമിതി രൂപീകരിച്ചു. ആരധ്യക്ഷനായിട്ട്? മോത്തിലാൽ നെഹ്റു അധ്യക്ഷനായിട്ടൊരു സമിതി രൂപീകരിച്ചു. ഈ സമിതി എന്ത് ചെയ്തു? ഭരണഘടന നിർമ്മിക്കുന്നതിന് ആവശ്യമായ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചു. ഓക്കെ, 1928 ഓഗസ്റ്റ് 10 റിപ്പോർട്ട് സമർപ്പിച്ചത്. 28 മോത്തിലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിലാണ് എന്ത് നടക്കുന്നത്? INCയുടെ വാർഷിക സമ്മേളനം നടക്കുന്നത്. ഈ സമ്മേളനത്തിൽ വെച്ച് എന്ത് ചെയ്തു? ഈ റിപ്പോർട്ടിന് അംഗീകാരം നൽകി. ഇന്ത്യക്ക് ഡൊമിനിയൻ സ്റ്റാറ്റസ്, ഡൊമിനിയൻ പദവി എന്ന് നമ്മൾ പറയും. ഓക്കെ, മലയാളത്തിൽ എന്ത് പറയും? പുത്രികാരാജ്യ പദവി. മലയാളത്തിൽ എന്ത് പറയും? പുത്രികാരാജ്യ പദവി വേണമെന്ന് ഈ റിപ്പോർട്ടിൻ്റെ പ്രധാന ആവശ്യമായിരുന്നു. ഇന്ത്യക്ക് ഒരു ഡൊമിനിയൻ സ്റ്റാറ്റസ് വേണം, അഥവാ പുത്രികാരാജ്യ പദവി വേണം എന്ന് ഈ റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. ഓക്കെ, ഈ റിപ്പോർട്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന്, അതായത് ബ്രിട്ടീഷ് വൈസ്രോയിക്ക് സമർപ്പിച്ചു. ആരാണ്? ഇർവിൻ പ്രഭുവാണ് അന്നത്തെ വൈസ്രോയി. അദ്ദേഹത്തിന് സമർപ്പിക്കപ്പെട്ടു. പക്ഷേ ഈ റിപ്പോർട്ടൊന്നും നടപ്പിലാക്കപ്പെട്ടില്ല. ഹിന്ദു വർഗീയവാദികളുടെയും മുസ്ലിം വർഗീയവാദികളുടെയും എതിർപ്പ് കാരണം എന്ത് ചെയ്തില്ല? നെഹ്റു റിപ്പോർട്ട് നടപ്പിലാക്കാൻ സാധിച്ചില്ല. ഓക്കെ, നെഹ്റു റിപ്പോർട്ടിന് ബദലായി 14 തത്വങ്ങൾക്ക് രൂപം നൽകിയ വ്യക്തിയാണ് ആര്? മുഹമ്മദ് അലി ജിന്ന. മുസ്ലിം ലീഗിൻ്റെ പ്രധാനപ്പെട്ട നേതാവായി മാറിയ ആര്? അക്കാലത്ത് ജിന്ന. അതുകൊണ്ട് തന്നെ നെഹ്റു റിപ്പോർട്ടിന് ബദലായിട്ട് 14 തത്വങ്ങൾക്ക് ആര് രൂപം നൽകി? മുഹമ്മദ് അലി ജിന്ന രൂപം നൽകി. എന്തിനെ എതിർത്തുകൊണ്ട്? നെഹ്റു റിപ്പോർട്ടിനെ എതിർത്തുകൊണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായും നമുക്ക് എന്തിനെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത്? നെഹ്റു റിപ്പോർട്ടിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത്.